കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ വരുന്നതോടെ പല മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങളാണ് വരാനിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇപ്പോൾ വലിയ കമ്പനികൾക്കും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും പ്രൊഡക്ട്സ് വേഗത്തിലെത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഹൈവേ കണക്ഷൻ ലഭ്യമായ സ്ഥലങ്ങളിൽ വെയർഹൌസുകളും ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമുകളും പെട്ടെന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെയർഹൌസ് മാനേജർ, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, ഷിപ്മെന്റ് ട്രാക്കിംഗ് എക്സ്പെർട്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നിങ്ങനെയുള്ള റോളുകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ടാവും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഹൈവേയോട് അനുബന്ധിച്ച് വരുന്ന റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ, ടൂറിസം കമ്പനികൾ തുടങ്ങിയവയ്ക്കായി സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചവർക്ക് കേരളത്തിലെ അപ്കമിംഗ് ടെക് പാർക്സ്, സ്റ്റാർട്ടപ്പ് ഹബ്സ് എന്നിവയിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഡാറ്റ പ്രഡിക്ഷൻ, കസ്റ്റമർ ബിഹേവിയർ അനാലിസിസ് എന്നിവയിൽ ജോലി സാധ്യതകൾ ഉയരും. അടുത്തതായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പുതിയ ഹൈവേയോട് ചേർന്ന് നിർമ്മിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ, ആയുർവേദിക് വെൽബീയിങ് സെന്റേഴ്സ് എന്നിവയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫ്രണ്ട് ഡെസ്ക് കോർഡിനേറ്റർ, ഫെസിലിറ്റി മാനേജർ തുടങ്ങിയ റോളുകളിൽ ആളുകളെ ആവശ്യമായി വരും. ഇത്രയും നാൾ കേരളത്തിൽ തൊഴിലവസരങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയായിരിക്കും ഈ വരാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേ. പക്ഷെ നേരത്തെ പറഞ്ഞ സ്കിൽ ഓറിയന്റഡ് കോഴ്സ് പഠിച്ചവർക്കായിരിക്കും മുൻഗണന.